ഒരു ചുമ വന്നാൽ കഫ് സിറപ്പ് വാങ്ങാനായിട്ട് ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ കഫ് സിറപ്പ് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്നതല്ല. 2026 ജൂൺ 16 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഈ നിയമം നടപ്പിലാക്കി. ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു പലപ്പോഴും നമ്മുടെ ആന്തരിക അവയവങ്ങളായ കിഡ്നി, ലിവർ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് ഡാമേജ് വരുത്തുകയും ക്രമേണ മരണം സംഭവിക്കുകയും ചെയ്യും. അതുപോലെ കഫ് സിറപ്പുകളിൽ ഉപയോഗിക്കുന്ന കോഡിൻ എന്ന വേദന സംഹാരി പലപ്പോഴും ലഹരിയായി മാറാറുണ്ട്. ഇത്രയും മാരകമായ രാസവസ്തുക്കളുടെ അധിക ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം ലംഘിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. വേണമെങ്കിൽ അവരുടെ ലൈസൻസ് വരെ കട്ട് ചെയ്യപ്പെടും. കഫ് സിറപ്പുകളെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു മരുന്നിനമായി കണക്കാക്കാതെ മധുരം ഉള്ളതുകൊണ്ട് വെറുതെ ചെറിയൊരു ചുമയ്ക്ക് പോലും കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇനിയെങ്കിലും വ്യക്തികളും മെഡിക്കൽ സ്റ്റോറുകാരും ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. നമ്മുടെ ജീവൻ അതല്ലേ പ്രധാനം.